ഒരു റിലേഷൻഷിപ്പിൽ എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല. എന്നാൽ വളരെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത് ആ ഒരു ബന്ധത്തെ മോശമാക്കാൻ പലപ്പോഴും സഹായിക്കും. എൻ്റെ കൂടെ എന്നും ഉണ്ടാവും, എൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കും, എന്നെ എപ്പോഴും കേൾക്കും എന്നൊക്കെയുള്ളത് വളരെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസിന് ഉദാഹരണങ്ങളാണ്. നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരാളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന സമയത്ത് നമുക്കത് ലഭിച്ചില്ല എങ്കിൽ നമ്മൾ മെൻ്റൽ സ്ട്രെസ് ആവും, ആങ്സൈറ്റി ആവും, ഒരുപാട് ഡിപ്രഷൻ മൂഡിലേക്ക് ചിലപ്പോൾ പോയേക്കും. അതേപോലെ നമ്മുടെ ഉള്ളിലുള്ളത് മറ്റൊരാൾ മനസ്സിലാക്കണമെന്ന് ചിന്തിക്കുന്നത് ഒരു വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് മറ്റൊരാളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? അതേപോലെ തന്നെ ആയിരിക്കും അവരും. ഒരാൾ തുറന്ന് പറഞ്ഞാൽ മാത്രമേ അയാളുടെ ഉള്ളിലെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് മറ്റൊരാൾ അറിയുന്നുള്ളൂ. ഇങ്ങനെയുള്ള ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ റിലേഷൻഷിപ്പിൽ എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുന്ന ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെന്ന് നമ്മുടെ പാർട്ട്ണറുടെ അടുത്ത് ഓപ്പണായിട്ട് സംസാരിക്കാൻ നമുക്ക് പറ്റണം. അതേസമയം നമ്മുടെ പാർട്ട്ണർ തിരിച്ച് സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് ആ കാര്യങ്ങൾ കൂടി അംഗീകരിക്കാൻ കൂടി നമുക്ക് പറ്റണം. സ്നേഹവും പരിഗണനയും എല്ലാം കൊടുത്താൽ മാത്രമേ തിരിച്ച് ലഭിക്കുകയുള്ളൂ.